ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇറച്ചി പൊറോട്ടൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി 2 ഉള്ളി, 3 തക്കാളി, മല്ലിയില, പിന്നെ വേണ്ടത് ബീഫാണ്. ഇത് 400 ഗ്രാമാണ് മിക്സിയിലിട്ട് അരച്ചത്. 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഗീയും. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കുള്ള ഡോ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 3 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. ഇത് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളി മാത്രം ഇട്ട് കൊടുക്കാം. തക്കാളി വെന്ത് കിട്ടാൻ വേണ്ടിക്ക് നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ബീഫുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ബീഫിൽ നിന്നും എണ്ണ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒണിയൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ എടുത്ത് ഒന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഈ ഒരു ഡോ പരത്തിയെടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു ഡോയിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. പരത്തി വെച്ച ഡോ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.